തങ്ങൾ തന്നെ പഠിപ്പിച്ച ഹദീസിൽ കാണാം. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, മൻ സല്ല അലയ്യ മറത്തൻ, ഒറ്റ പ്രാവശ്യം എൻ്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ. സലാത്തിന് വാചകം ധാരാളമുണ്ട്. നമ്മൾ നാരിയത്ത് സലാത്ത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ സലാത്ത് ഇബ്രാഹിമിയ സലാത്ത് അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ് കമാ സല്ലൈത തുടങ്ങി ഇന്നക ഹമീദും മജീദ് വരെ ചെല്ലുന്ന സലാത്ത് നമുക്കറിയാം. സാധാരണ അല്ലാഹുമ്മ സല്ലി വസല്ലിം എന്ന് സലാം ഇബ്രാഹിമിയ സലാത്തിലില്ല, നിസ്കാരത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ. കാരണം എന്താണ്? അത്തഹിയാത്തിൽ സലാം നമ്മൾ പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാം നേരത്തെ അർപ്പിക്കുന്നത് കൊണ്ട് പിന്നീട് സലാത്ത് ചെല്ലുമ്പോൾ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് കമാ സല്ലൈത അലാ സയ്യിദിന, അങ്ങനെയല്ല ഉള്ളത് അല്ലേ? പക്ഷേ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ സലാമും കൂടെ അതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്? മയ്യത്ത് നിസ്കാരത്തിൽ രണ്ടാമത്തെ തക്ബീറിന് ശേഷം ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചെല്ലുമ്പോൾ ഇമാമിങ്ങൾ മുഴുവനും കർമ്മശാസ്ത്ര കിതാബിൽ രേഖപ്പെടുത്തുന്നത് കാണാം, സലാമും കൂടെ ചേർക്കണം. അപ്പോൾ ചെല്ലേണ്ട രൂപം അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ സയ്യിദിന ഇബ്രാഹീമ വഅലാ ആലി സയ്യിദിന ഇബ്രാഹീമ തുടങ്ങി അതേപോലെ ആദരവോടെ സയ്യിദ് ചേർത്ത് ചെല്ലണമെന്ന് നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു സലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, 10 ഗുണം. വമൻ സല്ല അലയ്യ അശ്റൻ, 10 സലാത്ത് ഒരാൾ ചൊല്ലിയാലോ സല്ലല്ലാഹു അലൈഹി മിഅത മറ, 100 സലാത്ത് അല്ലാഹു തആല 100 ഗുണം ആ ചെല്ലുന്ന വ്യക്തിക്ക് കൊടുക്കുമെന്ന് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി. 10 സലാത്തൊക്കെ നമ്മൾ ചെല്ലും. പഴയ കാലത്ത് എല്ലാ പള്ളികളിലും ദുആ ഒക്കെ കഴിഞ്ഞാൽ 10 സലാത്താണ് അല്ലേ? പിന്നെ 3 സലാത്ത് ചെല്ലുന്ന പള്ളിയുണ്ട്. അപ്പോൾ നമ്മൾ മദ്രസയിലൊക്കെ അവിടുന്ന് പിരിയുമ്പോഴാലും ഏത് ദുആ തുടങ്ങുമ്പോൾ തുടക്കത്തിലും ഒടുക്കത്തിലുമൊക്കെ റസൂലുള്ളാഹിൻ്റെ പേരിൽ സലാത്ത് ചെല്ലും. ഈ സദസ്സിലും അങ്ങനെയാണ്. നമ്മൾ ദുആയിരുന്നു തുടങ്ങിയപ്പോൾ സലാത്ത് ചൊല്ലിയാണ് തുടങ്ങുന്നത്, പിരിയുമ്പോഴും അങ്ങനെയാണ്, ഏത് മജ്ലിസിലും അങ്ങനെയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, വമൻ സല്ലാ അലയ്യ മിഅതൻ, 100 സലാത്ത് ഒരാൾ എൻ്റെ പേരിൽ ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹാ അൽഫ, 1000 ഗുണങ്ങളാണ് അത് ചെല്ലുന്ന ആണായാലും പെണ്ണായാലും അള്ളാഹു പ്രദാനം ചെയ്യുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വമൻ സല്ലാ അലയ്യ അൽഫ, 1000 സലാത്ത് എൻ്റെ പേരിൽ ഒരാൾ ചൊല്ലിയാൽ ഹറമഹുല്ലാഹു അലന്നാർ, കത്തിക്കാളുന്ന നരകാഗ്നിയിൽ നിന്ന് അവന് മോചനം നിർബന്ധമാണ്, അനിവാര്യമാണ്. വഅദ്ഖലഹുൽ ജന്ന, അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും. വസബ്ബതഹു ബിൽ ഖൗലി സാബിത്, അതിൻ്റെ ഉപകാരങ്ങളും പ്രയോജനങ്ങളുമാണ് മുത്തുനബി തങ്ങൾ വിവരിക്കുന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വസബ്ബതഹു ബിൽ ഖൗലി സാബിത് ഫിൽ ഖബ്രി ഇൻദൽ മസ്അല, അവനോട് ഖബറിൽ ചോദ്യം ചെയ്യുമ്പോൾ മുൻകറും നകീറും എന്ന മലക്ക് വരുമ്പോൾ ആ ഭയവിഹ്വലമായ അന്തരീക്ഷത്തിൽ ഇടരുന്ന നേരത്ത് അവൻ വളരെ സമാധാനത്തോടെ സ്ഥിരതയോടെ അതിനെ മുഴുവനും അവൻ മറുപടി കൊണ്ട് ആ മലായിക്കത്തുകളോട് വളരെ കൃത്യമായി പ്രതികരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വജാഅത്ത് സ്വലാത്തുഹു അലയ്യ നൂറൻ യുളീഉ ലഹു സിറാത്ത്, സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലൂടെ അവനിതാ മിന്നൽ പിണർ പോലെ സഞ്ചരിക്കാൻ എൻ്റെ പേരിൽ ചെല്ലുന്ന സലാത്തൊരു പ്രകാശം പോലെ നിലനിൽക്കും. വബനല്ലാഹു ലഹു ബികുല്ലി സലാത്തിൻ സല്ലല്ലാഹു അലയ്യ ഖസ്റൻ ഫിൽ ജന്ന, ഓരോ സലാത്തിനും ഓരോ മാളികൾ സ്വർഗത്തിൽ അല്ലാഹു പ്രദാനം ചെയ്യും. എന്നിട്ട് മഹാനായ അബൂബക്കർ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി തൻ്റെ ബുസ്താനിൽ വാഇലീനിൽ ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം പറയുന്നു, നിങ്ങളെല്ലാവരും ഇടതടവില്ലാതെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലണം.
ഏറ്റവും മേന്മയുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് ക്ഷേമമുള്ളപ്പോഴും ക്ഷാമമുള്ളപ്പോഴും പ്രയാസമുള്ളപ്പോൾ മാത്രമല്ല സ്വലാത്ത്. എൻ്റെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്നു, അതൊന്ന് പെട്ടെന്നാകാൻ ഞാൻ കുറേ സ്വലാത്ത് ചൊല്ലി എന്ന് മാത്രമല്ല നമ്മൾ പറയേണ്ടത്. നമുക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്ഷേമൈശ്വര്യമുള്ളപ്പോഴും സ്വലാത്ത് ചെല്ലണമെന്ന് മഹാനവറുകൾ പറഞ്ഞിട്ട് പറയുന്നു, വഅലമു ഇബാദല്ലാഹ് അന്നൽ വാജിബ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, എല്ലാ സ്ത്രീ പുരുഷന്മാരുടെ മേലും നിർബന്ധമായ ഒരു കാര്യമാണ് അല്ലാ യദഅ സ്വലാത്ത അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീനം വലാ വഖ്താ, ഒരു സമയം പോലും നഷ്ടപ്പെടാതെ പുന്നാര ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. വലാ യദ്കുറുഹാ ഫിശ്ശദാഇദി, നിനക്ക് വളരെ പ്രയാസം വരുമ്പോൾ മാത്രം അത് ചൊല്ലി ഒതുക്കരുത്. വയദഉഹാ ഫിർറഖാ, വളരെ സന്തോഷമുള്ള സമയത്ത് അതിനെ ഒഴിവാക്കാനും പാടില്ല. അങ്ങനെ നീ ചെയ്താലോ ഫയകൂനു കമൻ യഅമലു ലിദ്ദുനിയാ ദൂനൽ ആഖിറ, ദുനിയാവിന്റെ നേട്ടം മാത്രം ലക്ഷ്യം വെച്ച് നീ നടക്കുന്നവനാകും. നിനക്ക് ദുനിയാവേ ശരണമെന്ന ചിന്താഗതിക്കാരനാകും. അതേ ചില കാര്യങ്ങളുടെ നേട്ടത്തിന് വേണ്ടി മാത്രം സ്വലാത്ത് ചൊല്ലുന്നവനാകും. അങ്ങനെ പറ്റൂല. ഇന്നമാ യജിബു അലൈക അൻ തുസല്ലി അലൈഹി ഫീ സ്വലാത്തിക വ ഇൻദ ഖിയാമിക വ ഖുഊദിക വ ലിബാസിക വ അക്ലിക വ ശറാബിക വ സായിരി തസറുഫാതിക, നിന്റെ നിസ്കാരത്തിലും അത് അനിവാര്യമായി നീ നിർവഹിക്കുന്നുണ്ട്. നിന്റെ നൃത്തത്തിലും നിന്റെ ഇരുത്തത്തിലും നിന്റെ എല്ലാ മേഖലകളിലും മുത്തുനബി തങ്ങളെ ചേർത്ത് പിടിച്ച് നീ സ്വലാത്ത് ചൊല്ലണേ മോനെ. മഹാനവറുകൾ പറയുന്ന അതെന്തിനാണെന്നറിയുമോ ഞാൻ അങ്ങനെ പറഞ്ഞത്? ഫതഊദു അലൈക ബറകതുഹാ, പുന്നാര ഹബീബിന്റെ പേരിൽ ചെല്ലുന്ന സ്വലാത്തിന്റെ അനുഗ്രഹം നിനക്ക് മടങ്ങാനാണ്. വതഖ്ബലു അലൈക ഖൈറാത്തുഹാ, സ്വലാത്തിന്റെ മുഴുവൻ നന്മകളും നിന്നിലേക്ക് അല്ലാഹു തആല മുന്നൊടിക്കും മോനെ. വതഖ്ലീ ബിദാലിക ഹഖ്ഖ നഫ്സിക്, നിന്റെ സ്വന്തം ശരീരത്തിനോടുള്ള കടമ അത് കാരണം നീ നിർവഹിക്കും. വഹഖ്ഖ നബിയിക, നിനക്ക് എല്ലാം പഠിപ്പിച്ചു തന്ന നിന്റെ നേതാവായ മുത്തുനബി തങ്ങളോട് കുറെ കടപ്പാടുണ്ട്. ആ കടപ്പാടും വീട്ടിയവനാകും കേട്ടോ. എന്നിട്ട് മഹാനായ ഇബ്നുൽ ജൗസി പറയുകയാണ്, അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി പറയുന്നു, വലാ തഖ്ദിർ അൻ തബ്ലുഗ ഹഖ്ഖ നബിയിക അബദാ, നബിയോടുള്ള ഹക്ക് സലാത്ത് മാത്രം ചൊല്ലി നിനക്ക് തീർക്കാൻ കഴിയൂല മോനെ. എത്ര സലാത്ത് ചൊല്ലിയാലും വലൗകാന ലക അൽഫു ലിസാൻ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 നാവ് സമ്മാനിച്ചു എന്ന് വിചാരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല ഹൃദയസ്പൃക്കായ ഒരു ഉപദേശമായതുകൊണ്ട് എന്നെ ശ്രവിക്കുന്നവരോട് ഞാനിത് പങ്കുവെക്കാൻ ആഗ്രഹിച്ചു പറയുകയാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി പറയുകയാണ്, ഒരാൾക്ക് ഒരു നാവാണ് അള്ളാഹു നൽകിയത്. ആ നാവ് കൊണ്ട് ഇടതടവില്ലാതെ മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാലും ആ നബിയോടുള്ള കടമ തീരില്ല. നിനക്ക് അള്ളാഹു 1000 നാവ് നൽകുകയും വതുസല്ലി ബിഹാ കുല്ലിഹാ അലൈഹി, ആ 1000 നാവ് ഉപയോഗിച്ച് നീ സ്വലാത്ത് ചൊല്ലി മുത്തുനബി തങ്ങളെ പ്രകീർത്തിച്ചാൽ ലിഅന്ന അല്ലാഹ തബാറക വ തആല ജഅലഹു സബബൻ ലിഖലാസിക്, അത്രമാത്രം നീ ചെയ്താലും ആ കടമ തീരൂല്ല. കാരണം നിന്നെ അല്ലാഹു തആല നരകാഗ്നിയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള കാരണം അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്, നീ ചെയ്യുന്ന നന്മകൾ മുഴുവനും പഠിപ്പിച്ചു തന്ന നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്, വലിമഅരിഫതിക ബിമൗലാക്കൽ അസീസുൽ ജബ്ബാർ, യജമാനനായ റബ്ബിനെ നിനക്ക് പരിചയപ്പെടുത്തി തന്ന നേതാവാണ് മുഹമ്മദ് മുസ്തഫ.
അതുകൊണ്ട് ആ നബി തങ്ങളോടുള്ള കടമ തീരാൻ കഴിയില്ല. അപ്പോൾ ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലി എന്തിനാണ്? പ്രൈസ് എൻ്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല. നമ്മളിവിടെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരാളിന് വിജയിയായി കിട്ടി അയാൾക്ക് ഉംറയ്ക്ക് പോകണമെന്ന് താല്പര്യമൊക്കെ ഉണ്ടാവും. പക്ഷേ സലാത്ത് എത്രമാത്രം ചെല്ലിയാലും അതിന് മേന്മ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഹാത്മാക്കൾ അതിനു വേണ്ടി മാത്രം സലാത്തുകൾ മാത്രം പറയാൻ പേജുകൾ അവരാവേശപൂർവ്വം പറയുകയാണ്. കാരണം ഇതൊരു നേട്ടം തന്നെയാണ്. ദുന്യവിയായ ഉഖ്റവിയായ പ്രശ്നങ്ങൾക്ക് മുഴുവനും പരിഹാരമാണ്. ഏത് പ്രയാസം വരുമ്പോഴും മുത്തുനബി തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലി നാം ആ പ്രയാസങ്ങൾ റബ്ബിൻ്റെ മുന്നിൽ കെട്ടഴിച്ചു വെക്കലുണ്ട്. അള്ളാഹു അത് സ്വീകരിക്കും. അതിനൊക്കെ ഉപോത്ബലകമായ ഹദീസ് എമ്പാടുമുണ്ട്. മഹാനായ നബി തങ്ങൾ തന്നെ പറഞ്ഞു, മൻ അസുറത്ത് അലൈഹി ഹാജത്തുൻ മിൻ അംരി ദീനി ഔ ദുനിയാ. ദുന്യവിയായ കാര്യത്തിലോ അതല്ലെങ്കിൽ ഐഹികമായ കാര്യത്തിലോ ഒരാൾക്ക് പ്രയാസം സംഭവിച്ചു. പ്രവാസികളാവുമ്പോൾ വിസ സംബന്ധമായ മറ്റുള്ള പ്രശ്നങ്ങൾ, ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ മക്കളുടെ രോഗം കാരണമായുള്ള പ്രയാസങ്ങൾ, ഇങ്ങനൊക്കെ വന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുക, ഫൽ യുക്സിർ മിന സ്വലാത്തി അലയ്യ, എൻ്റെ മേലുള്ള സലാത്ത് നിങ്ങൾ ഇഷ്ടം പോലെ ആക്കിക്കോ, ചെല്ലിക്കോ. ഫഇന്നല്ലാഹ യസ്തഹി അൻ യറുദ്ദ അബ്ദഹു ഫീ ഹാജത്തിൻ. എൻ്റെ മേൽ സലാത്ത് ചൊല്ലിയിട്ട് ഒരടിമ പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആവശ്യത്തെ തട്ടിക്കളയൂല. ഇദാ കാന ദുആഉഹു ബൈന സലാത്തൈനി അലയ്യ. രണ്ട് രൂപത്തിൽ നിങ്ങൾ ദുആരക്കുമ്പോൾ സലാത്ത് ചൊല്ലുമല്ലോ. അല്ലാഹുവിൻ്റെ റസൂലാണ് സലാത്തൻ ഖബ്ല സുആൽ. ദുആരക്കുന്നതിന് ചോദിക്കുന്നതിന് മുമ്പ് തുടക്കമായി റസൂലുള്ളാഹിന്റെ മേൽ സലാത്തിൽ ഹംദ് കൊണ്ട് ദുആ ആരംഭിക്കൽ സുന്നത്താണ്. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിയും ദുആ ആരംഭിക്കൽ സുന്നത്താണ്. എന്നിട്ട് വഅദ സുആൽ, ദുആ എല്ലാം കഴിഞ്ഞതിന് ശേഷവും വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് ചെല്ലാറില്ലേ? അങ്ങനെ രണ്ട് രൂപത്തിലും മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം പ്രകീർത്തിക്കലുണ്ട്. അത് നമ്മുടെ ദുആ സ്വീകരിക്കാനുള്ള ഒരു ഒപ്പും കൂടെയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സലാത്ത് ചൊല്ലുമ്പോൾ അത് അള്ളാഹു കബൂലാക്കും. നമ്മുടെ അമലുകൾ അല്ലെങ്കിൽ മൗഖൂഫും ബൈന സമാഇ വൽ അർള്, ആകാശഭൂമിയുടെ ഇടയിൽ കെട്ടിക്കിടക്കും. അതിനെ അള്ളാഹു സ്വീകരിക്കാനുള്ള മാനദണ്ഡമാണ് പുന്നാര ഹബീബ് റസൂലുള്ളാഹിൻ്റെ പേരിലുള്ള സലാത്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന് സലാത്തിന് ഒരുപാട് വാചകങ്ങളുണ്ട്. നാം മങ്കൂസ് മൗലിദ് ഒരു മഹാനായ നബി തങ്ങളെ പ്രകീർത്തിക്കുന്ന ഗദ്യ പദ്യ സമ്മിശ്രമായ ഒരു മദ്ഹാണ് മങ്കൂസ് മൗലിദ്. അതെല്ലാവരും, കേരളക്കരയുടെ ഒരു പ്രത്യേകത തന്നെ, അത് മഹാമാരി രോഗങ്ങൾക്കും അതൊരു രോഗശമന മൗലിദാണ്. അതുകൊണ്ടാണ് മങ്കൂസ് മൗലിദ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ആദരവായ റസൂലുള്ളാഹിൻ്റെ പേരിലുള്ള അതിനകത്ത് ഒരുപാട് സലാത്തുകൾ ചെല്ലും. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ തുടങ്ങി യാ റബ്ബി സല്ലി അലൻ നബിയ്യി മുഹമ്മദി തുടങ്ങി ഓരോ ഈരടികളിലും മഹാനായ നബി തങ്ങളെ പ്രകീർത്തിക്കുന്നുണ്ട്. അതുപോലെ നാം ചെയ്യുന്ന ചെറിയ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതും പ്രധാനപ്പെട്ട സലാത്താണ്. അതുപോലെ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ്, അതും പ്രധാനപ്പെട്ട സലാത്താണ്. തുടങ്ങി സലാത്തുകളുടെ വാചകം ധാരാളമുണ്ട്. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായത് ഇബ്രാഹിമിയ സലാത്താണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മേൽ സലാത്ത് ചൊല്ലുമ്പോൾ അഹ്സിനു, നിങ്ങൾ വളരെ ഭംഗിയായി നല്ല വാചകങ്ങൾ ഉപയോഗിച്ച് എന്നെ പ്രകീർത്തിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾക്കറിയുമോ, മഹാനായ ശിബിലി റളിയല്ലാഹു അൻഹു, നമുക്കൊക്കെ കേട്ട് കേൾവിയുള്ള ഒരു വലിയ ഒരു ഉന്നതനായ സമുന്നതനായ ഒരു സാത്വികനാണ്. മഹാനായ ശിബിലി റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം മഹാനായ ഇബ്നുൽ ജൗസി രേഖപ്പെടുത്തുന്നത് കാണാം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിൻ്റെ പേരിൽ ധാരാളം സലാത്ത് ചൊല്ലുന്ന ആളാണ്. അബൂബക്കർ ബിൻ മുജാഹിദ് റളിയല്ലാഹു അൻഹു ഹിജറ 324 വഫാത്തായ മഹാനാണ്. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഖാരി ആണ്. എല്ലാവരാലും ബഹുമാനിക്കുന്ന മഹാനാണ്. മഹാനവർകൾ ബഗ്ദാദിൻ്റെ ഒരു ഭാഗത്ത് ശിബിലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ കടന്നു വരുമ്പോൾ ഫഖാമ അബൂബക്കർ, മഹാനായ അബൂബക്കർ എന്ന് പറയുന്ന വലിയ സാത്വികനായ മനുഷ്യൻ എഴുന്നേറ്റ് ശിബിലി എന്നവരുടെ
ആ മഹാനവറുകളുടെ സമീപത്തേക്ക് ചെന്നിട്ട് ഫആനഖഹു കെട്ടി അങ്ങ് പിടിച്ചിട്ട് വഖബ്ബല ബൈന ഐനൈ നെറ്റിത്തടത്ത് ചുംബനമർപ്പിക്കുന്നു. ഇത് കണ്ടപ്പോൾ അവിടെയുള്ള ആൾക്കാർ ചോദിക്കും, യാ സയ്യിദി തഫ്അലു ഹാദിഹി ബിശിബിലി, നിങ്ങൾ ഈ ശിബിലി എന്നവരോട് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. വഅഹ്ലു ബഗ്ദാദ് യഖൂലൂന അൻഹു ഇന്നഹു മജ്നൂൻ, അയാൾ ഭ്രാന്തനാണെന്ന് ഈ ബഗ്ദാദിക്കാർ മുഴുവനും പറയുന്നു. ആ ഭ്രാന്തനെയാണോ നിങ്ങളിങ്ങനെ കാട്ടിക്കൂട്ടുന്നത്? കെട്ടിപ്പിടിക്കുക, ഒരു ആലിമ് വലിയൊരു പണ്ഡിതൻ ചുംബനമർപ്പിക്കുക, എന്തൊരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഫഖാല, മഹാനായ അബൂബക്കർ ബിൻ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദ് ഫഅൽതു ബിഹി കമാ റഅയ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലു ബിഹി, ഞാനത് ചെയ്യാൻ കാരണം പുന്നാര ഹബീബ് അതുപോലെ ചെയ്തത് ഞാൻ ഏറ്റെടുത്ത് നടത്തിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കേൾക്കണോ? വദാലിക അന്നീ റഅയ്തു റസൂലല്ലാഹ്, ഞാൻ മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചു. വഖദ് അഖ്ബല ശിബിലി ഫഖാമ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫആനഖഹു ഫഖബ്ബല ബൈന ഐനൈഹി. സുബ്ഹാനല്ലാഹ്, ഞാൻ കാണുന്ന സ്വപ്നം മുത്തുനബി തങ്ങളെ സ്വപ്നം കണ്ടാൽ ശൈത്താൻ മുത്തുനബി തങ്ങളുടെ കോലത്തിൽ വരില്ല എന്നാണ് സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഇമാമിങ്ങൾ വ്യക്തമായി ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ റസൂലുള്ളാഹിനെ നാം സ്വപ്നത്തിൽ ദർശിക്കുമ്പോൾ ശിബിലി റളിയല്ലാഹു അൻഹു മുന്നോട്ട് വരുന്ന സമയത്ത് മുത്തുനബി തങ്ങൾ ചുംബിക്കുന്ന രംഗം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് സ്വപ്നത്തിൽ ഞാൻ കണ്ടു. ഫഖുൽതു യാ റസൂലല്ലാഹ്, ഓ അള്ളാഹുവിൻ്റെ തിരുദൂതരെ, തഫ്അലു ഹാദാ ബിശ്ശിബിലി, ഞാൻ അന്നും റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ ശിബിലിയോട് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ്? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, നഅം, ശിബിലിയോട് ഞാൻ ചെയ്യാൻ കാരണം ലിഅന്നഹു യഖറഉ ഫീ ആഖിരി കുല്ലി സ്വലാത്ത്, ഞാനിത് വായിച്ച് പറയുന്നത് ഇത് പ്രാമാണികമായി നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഒരു താല്പര്യം വരാനാണ്. ആധികാരികമായി പറയുമ്പോഴല്ലേ എൻ്റെ സഹോദരിമാരാണെങ്കിലും അതുപോലെ തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളാണെങ്കിലും താല്പര്യപൂർവ്വം മുത്തുനബി തങ്ങളുടെ പേരുള്ള സലാത്ത് ചൊല്ലിയാൽ അതിൻ്റെ നേട്ടമൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ പറയുന്നത്. മുത്തുനബി തങ്ങൾ പറയുകയാണ്, എല്ലാ നിസ്കാരം കഴിഞ്ഞാലും നിസ്കാരത്തിൽ വാരിദായ ദിക്റുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 പ്രാവശ്യം പറയലുണ്ട്. അതിനുശേഷമുള്ള ദിക്ർ കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് നമ്മൾ ചൊല്ലും, അൽഹംദുലില്ലാഹ് ചൊല്ലും, അല്ലാഹു അക്ബർ ചൊല്ലും. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഫ്ളലുൽ ദിക്ർ ചൊല്ലും. അതിനുശേഷമോ നാം ദുആരക്കും. അതൊക്കെ സുന്നികളായ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ ചെയ്യുന്ന ചടങ്ങാണ്, പ്രവർത്തനമാണ്. സഹാബികളുടെ മുത്തുനബി തങ്ങൾ അടക്കമുള്ള പാരമ്പര്യമായ മുഅ്മിനീങ്ങൾ ചെയ്തു വന്ന കാര്യമാണ്. ഈ നിസ്കാരമെല്ലാം കഴിഞ്ഞ് ദുആ കഴിഞ്ഞാൽ ഒരു ദിവസം പോലും മുടങ്ങാതെ എൻ്റെ പേരിൽ മദ്ഹ് ചൊല്ലി, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്തു തൗബയുടെ 128-ാമത്തെ ആയത്തിങ്ങനെ ഓതിയിട്ട് ശിബിലി എല്ലാ നിസ്കാരത്തിനും ഈ ആയത്തോതി എൻ്റെ പേരിൽ സലാത്ത് ചൊല്ലൽ പതിവാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഞാൻ ചുംബനമർപ്പിക്കാൻ കാരണം. അതുകൊണ്ടാണ് അബൂബക്കർ ബിൻ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഓ ബഗ്ദാദിലുള്ള ജനങ്ങളെ, നിങ്ങൾക്ക് ഭ്രാന്തനായി തോന്നുന്നെങ്കിലും മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരു മാദിഹാണ് കേട്ടോ.
നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഭൗതികമായ ലോകത്ത് നിങ്ങളുടെ കണ്ണാടി കൊണ്ട്, നിങ്ങളുടെ നയനങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ ഭ്രാന്തെന്ന് തോന്നിയേക്കാം. അല്ലാഹുമായുള്ള ഇഷ്ക് മുഖേന ജുദിബ അഖ്ലുഹു, അദ്ദേഹത്തിന്റെ ബുദ്ധിയെടുത്ത് കളയപ്പെട്ടതാണ്. അതാണ് മജ്ദൂബെന്ന് പറയുന്നത് കേട്ടോ. അത് ഇഷ്കിന്റെ ലോകമാണ്, അല്ലാഹുവുമായും റസൂലുമായുള്ള ബന്ധമാണ്. അതാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തുനബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാലുള്ള പവർ കണ്ടോ. ഇന്നും മഹാനായ ശൈഖുന മുഹമ്മദ് ദാരിമിൽ ഖാദിരി എന്ന മഹാൻ, നമുക്കറിയാം, അവിടുന്ന് കേരളപുരത്ത് കരിമ്പുംകരയിൽ അവിടുന്ന് സ്ഥാപിച്ചതായ ആ തക്യാവിൽ നിസ്കാരത്തിന് ശേഷം ആ ദുആ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പരിശുദ്ധ ഖുർആന്റെ ഞാൻ നേരത്തെ പാരായണം ചെയ്ത ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന ആയത്തോതിയിട്ട് ഇന്നും അവിടെ സലാത്ത് നിസ്കാരത്തിന് ശേഷം ഇതിനു ശേഷം ചൊല്ലുന്നുണ്ട് കേട്ടോ. യമനിലുള്ള പല പള്ളികളിലും അത് ചെയ്യുന്നുണ്ട്. ആ ഒരു പാരമ്പര്യം നമ്മുടെ കേരളത്തിലും മഹാനായ ദാരിമി ഉസ്താദ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ മഹത്വമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മഹാന്മാരുമായുള്ളൊരു ബന്ധമാണ്. അവര് നമ്മെ പഠിപ്പിച്ച് ആത്മീയമായ പുരോഗതിക്ക്. ഈ കാലഘട്ടം വളരെ മോശമാണ്, വളരെ ആശങ്കയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആശങ്കയൊന്നുമില്ലാതെ ഏത് കാലഘട്ടത്തിലെയും നമുക്ക് നേരിടാനുള്ള ആത്മീയമായ ചാലക ശക്തിയാണ് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബന്ധം കേട്ടോ. ആ ബന്ധം കൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ നാം സലാത്ത് നിരന്തരമായി ചൊല്ലണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ സഹോദരിമാരും സഹോദരങ്ങളുമൊക്കെ ധാരാളം സലാത്ത് ചൊല്ലി 1 കോടിയോ അല്ലെങ്കിൽ 7 ലക്ഷം 8 ലക്ഷം 9 ലക്ഷം ഒക്കെ സലാത്ത് ചൊല്ലിയാണ് ഓരോ ഗ്രൂപ്പുകാരും അറിയിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, പ്രത്യേകമായ ശ്രേഷ്ഠമായ രാവുകളാവുമ്പോൾ അതിൻ്റെ ഇരട്ടി സലാത്തുകൾ നമ്മുടെ ഗ്രൂപ്പിലൂടെ സഹോദരിമാരും സഹോദരങ്ങളും ചൊല്ലി അറിയിക്കുന്നുണ്ട്. അതിന് ഖിദ്മത്ത് ചെയ്യുന്നതും പ്രത്യേകമായ ഒരു ബറക്കത്താണ്. മുത്തുനബി തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലാൻ പ്രേരിപ്പിക്കുക, അതിനുവേണ്ടി ഒരു വാർഷികം നടത്തുക. സലാത്ത് വാർഷികം, നമ്മളിപ്പോൾ ഓൺലൈൻ സലാത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കേണ്ട. ഓൺലൈനിലൂടെ മറ്റുള്ളവരെ കാണത്തക്ക കളിക്കലല്ലോ നമ്മൾ സലാത്ത് ചൊല്ലുന്നത്. നമ്മൾ സലാത്ത് ചൊല്ലിയിട്ട് ദ്വാരക്കാൻ ആ എണ്ണം അറിയിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, ആ രൂപത്തിലാണ് ഇടപെടുന്നത്. നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ അങ്ങനെയാണ് ഇടപെടുന്നത്. സാദാത്തുക്കൾ നമ്മുടെ ഗ്രൂപ്പിൽ അവരും നിയന്ത്രിക്കുന്നു. അതുപോലെ ആലിമീങ്ങൾ നമ്മുടെ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നു. അതുപോലെ വനിതാ ഗ്രൂപ്പിന് അതുമായി ബന്ധപ്പെട്ട ഇൽമുള്ള വനിതകൾ ആ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നു. ഒരാത്മീയമായ പരിവേഷത്തിനൊരു ഇടമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയും നാം ചെയ്തു വരുന്ന നന്മകൾ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ മതി വരൂല്ല. ഇമാമിങ്ങൾ മുഴുവനും അവരുടെ പ്രത്യേകമായ മുത്തുനബി തങ്ങളാണ് വിഷയമെങ്കിൽ അവർ ധാരാളം സംസാരിക്കും. കാരണം അതിൻ്റെ ഒരക്ഷരത്തിനും അല്ലാഹു തആല പ്രതിഫലം നൽകാതെ വിട്ടുപോകില്ല. ഹബീബിനെ ഏറ്റെടുത്താൽ അന്ത ബാബുല്ലാഹ്, അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള കവാടമാണ്. നമുക്ക് മുഴുവൻ നന്മകളും പഠിപ്പിച്ചു തന്നത് പരിശുദ്ധമായ റമളാൻ, മനം കവരുന്ന പ്രതിഫല വാഗ്ദാനവുമായി കടന്നു വരുന്ന പരിശുദ്ധ റമളാനെ സ്വാഗതം ചെയ്യാൻ മുഅ്മിനീങ്ങൾ 2 മാസമായി അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. നല്ല നല്ല സമയങ്ങൾ, ഒരുപാട് അമലുകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ അത് ചോദിച്ചു വാങ്ങണമെന്ന് പഠിപ്പിച്ച നേതൃത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിലേക്ക് ആയുസ് വേണം, അതിലേക്ക് ആരോഗ്യം വേണം. വെറുതെ ആയുസ് കിട്ടിയിട്ട് പരിശുദ്ധ റമളാൻ വന്നിട്ട് നോമ്പും ഇല്ല, ദിക്റും ഇല്ല, സലാത്തും ഇല്ല, നിസ്കാരവും ഇല്ല. ആ ആയുസ് കൊണ്ട് ഒരു നേട്ടവും ലഭിക്കുന്നില്ല. അത് വെറും വൃഥാവിലാക്കി കളയുകയാണ്. നേരെ മറിച്ച് അത് ചോദിച്ചു വാങ്ങി. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മാസമാണ് ശഅബാൻ. ഷഅബാനു ഷഹരി എന്ന് പറയുന്ന ഷഹ്റു സ്വലാത്തി അലാ സയ്യിദുൽ വജൂദി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ നേരത്തെ ഓതിയ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി
എന്ന ആയത്ത് അവതരിച്ചത് ഈ ശഅബാൻ മാസത്തിലാണെന്ന് അഭിപ്രായപ്പെട്ട ഇമാമിങ്ങളുണ്ട്. അതുകൊണ്ട് ഈ സ്വലാത്ത് കേൾക്കുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് പറയുമ്പോൾ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പ്രതികരിക്കൽ സുന്നത്താണ്. എപ്പോഴും ഖുതുബയിൽ ഓതുമ്പോഴും നമ്മൾ മിണ്ടാതിരിക്കും. ഖുതുബയിൽ കേൾക്കുമ്പോഴും ഇമാം ഖതീബ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിശ്വാസികളെ, സുന്നികളെ വിളിച്ചിട്ട്, ഈമാനുള്ളവരെ വിളിച്ചിട്ട് സലാത്ത് ചെല്ലാനും മൗലിദ് ഓതാൻ അവർക്കേ കഴിയുന്ന അള്ളാഹ്ക്ക് നേരത്തെ അറിയാം. അല്പം ഈമാൻ വേണം. അതുകൊണ്ട് തന്നെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, മുത്ത് നബിയുടെ മേൽ നിങ്ങൾ സലാത്തും സലാമും അർപ്പിക്കണം. അപ്പോൾ പ്രതികരണം എന്ന നിലയ്ക്ക് അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറയൽ സുന്നത്താണ്. ഈ ആയത്ത് കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾ സദസ്സുകളിൽ ഈ സലാത്തും സലാമും അർപ്പിക്കണം. അതിന് ഇമാം ശാഫി റളിയല്ലാഹു അൻഹു ചെയ്തതാണ്. ശാഫി മദ്ഹബിൻ്റെ ഒരു പ്രത്യേകത തന്നെ, നിസ്കാരം മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ മുഴുവനും നിസ്കരിക്കും. അതുകൊണ്ട് അവർക്ക് അനിവാര്യമായ ഘട്ടമാണ് നിസ്കാരം. അതുകൊണ്ട് പ്രധാനമായ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ചട്ടമായ നിസ്കാരത്തിൽ ആ സലാത്ത് അങ്ങോട്ട് ചേർത്ത് വെച്ചു കൊടുത്തു. അല്ലാഹുമ്മ സല്ലി വസല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അത് നിർബന്ധമാണ്. ആ നിർബന്ധ കടപ്പാട് അള്ളാഹ് നിർദ്ദേശം നൽകിയാൽ അത് നിർബന്ധമാണ്. ചുരുങ്ങിയത് നിർബന്ധത്തിനാണ്. ആ അനിവാര്യമായ ഭാഗം നിസ്കാരത്തിൽ സ്ഥാപിച്ചു ആര്? ഇമാം ശാഫി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നിസ്കാരത്തിൽ സലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അള്ളാഹുവിന് ആ നിസ്കാരം വേണ്ട. അത്രമാത്രം ബന്ധമാണ് ഹബീബുമായുള്ള ബന്ധം. അതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചതാണ്. നമ്മൾ സലാത്ത് എങ്ങനെ ചെല്ലിയാലും പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ ഒരുപാട് വാഴ്ന്നു കേട്ടിട്ടുണ്ട്. പക്ഷേ നിഷ്കളങ്കതയോടെ ചെല്ലുമ്പോൾ അതിന് ഏറ്റവും പ്രതിഫലവും വർദ്ധിക്കും അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടുകൊണ്ട്. അതാണ് മഹാന അൽഫിയ എന്ന കിതാബ്. ആ കിതാബിൽ അവിടുത്തെ ഇമാമ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ പുകഴ്ത്തിയിട്ട് അഹ്മദു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മുസല്ലിയൻ അലർ റസൂലിൽ മുസ്തഫ വആലിഹിൽ മുസ്തക്മിലീന ശൂറഫാ. അവിടെ മുസല്ലിയൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ മുസല്ലിയൻ എന്നുള്ളത് ഗ്രാമർ പ്രകാരം ഹാലി എന്ന് പറയുന്ന സന്ദർഭോചിതമായ നിലയ്ക്ക് ഹാലിയായ ഒരു തർക്കീബ് പറയും. ഞാൻ സലാത്ത് ചൊല്ലിയവനായ സ്ഥിതിയിൽ, മുത്തുനബി തങ്ങളെ സലാത്ത് ചൊല്ലി അവരുടെ പേരിൽ സലാത്ത് ചൊല്ലിയവനായ സ്ഥിതിയിൽ ഞാൻ ഹംദും നിർവഹിക്കുന്നു. ഹംദ് നിർവഹിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ സമയത്ത് സലാത്ത് ചൊല്ലാൻ സാധിക്കുന്നത്? ഹംദ് ചൊല്ലുമ്പോൾ ഹംദുമായി നാവ്, നമ്മുടെ സംസാരം ജോലിയാവുകയാണ്. ആ സമയത്ത് സലാത്ത് ചൊല്ലാൻ കഴിയില്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ അതെങ്ങനെയാണ് ആ സമയത്ത് സലാത്തും കൂടെ ചെല്ലുന്നത്? അപ്പൊ ചില ഇമാമിങ്ങൾ പറഞ്ഞ വ്യാഖ്യാനം, ഹംദ് എന്നുള്ളത് നാവ് കൊണ്ട് പറഞ്ഞു, സലാത്ത് എന്നുള്ളത് മനസ്സിൽ കരുതി, അങ്ങനെ പോരെ. അപ്പൊ രണ്ടും ആവുമല്ലോ. അപ്പൊ പറ്റൂല. മുത്തുനബി തങ്ങളുടെ പേരുള്ള സ്വലാത്തും അൽഹംദുലില്ലാ ഹംദ് ചെയ്ത് നാവ് കൊണ്ട് പറയുന്നത് പോലെ ഖായിലൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞവനായ സ്ഥിതിയിൽ അപ്പം മുഖാരിനായ ഹാലാണ്. അതായത് വാക്കുകളിൽ ഒന്നിനു പുറകെ ഹംദ് കഴിഞ്ഞ ഉടനെ ഞാൻ മുത്തുനബി തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നിനു പുറകെ മറ്റൊന്നാണ് എന്നാണ് അർത്ഥം. അതല്ലാതെ മനസ്സിൽ കരുതിയിട്ടല്ല എന്ന് ഇമാമിങ്ങൾ പ്രതികരിക്കുന്നത് കാണാം. അപ്പോൾ ആ സലാത്ത് ഏത് ഇമാമിങ്ങളും കിതാബ് തുടങ്ങുമ്പോൾ അള്ളാഹുവിനെ പുകഴ്ത്തിയിട്ട് മുത്തുനബി തങ്ങളോടുള്ള കടമ ആ സ്വലാത്തും അവർ രേഖപ്പെടുത്തും. അതുകൊണ്ട് ലോകത്ത് ആരൊക്കെ പ്രഭാഷണം നടത്തുന്നുവോ, ആരെല്ലാം ഗ്രന്ഥങ്ങൾ എഴുതുന്നുവോ, അപടങ്ങളിലെല്ലാം അള്ളാഹുവിനോടൊപ്പം മുത്തുനബി തങ്ങൾ കയറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ അമുസ്ലിമീങ്ങൾക്കും തർക്കമില്ല. മുഹമ്മദ് നബി സാധാരണക്കാരനല്ല. സാധാരണക്കാരനാണെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന 5 സമയങ്ങൾ വിളിച്ചു പറയോ? ഇത് വലിയൊരു നേതൃത്വമാണ്.
അതുകൊണ്ട് മുഹമ്മദ് നബി സാധാരണക്കാരനല്ല, അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു നേതാവാണ്. സമുദായത്തിന് ലോകത്തിന് മുഴുവനും കാരുണ്യമായി അള്ളാഹു അയച്ച ഒരു നേതൃത്വമാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു തആല ആ നബിയുടെ കടമയും കടപ്പാടും നമ്മിലേക്ക് സൃഷ്ടിചരാചരങ്ങളിലേക്കുള്ള റഹ്മത്തായ ആ മുത്തുനബി തങ്ങളെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അവിടുത്തെ ഖൽബറിഞ്ഞ് മഹബത്ത് വെക്കാൻ നമുക്കും ഈ സ്വലാത്ത് മജ്ലിസിലൊക്കെ ഖിദ്മത്ത് ചെയ്യുന്നവർക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യഗണങ്ങൾ, നമ്മുടെ അഭ്യുതകാംക്ഷികൾ, സ്നേഹിതന്മാർ, കടമപ്പെട്ടവർ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ച് തൽക്കാലം വിട. നിങ്ങളെല്ലാവരും ഊസിക്കും